ഹലോ ഗായ്സ്, വെൽക്കം ടു ഡഗൌട്ട് ഡയലോഗ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IPL ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള 5 ടീംസിനെ കുറിച്ചാണ്. CSK, മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ്, അതുപോലെ RCB. ഇതിൽ സൺറൈസേഴ്സിനും രാജസ്ഥാനും ഓരോ കപ്പ് വീതമുണ്ട്. RCBക്ക് ഇതുവരെ കപ്പൊന്നും കിട്ടിയിട്ടില്ല. CSK, മുംബൈ നോക്കുകയാണെങ്കിൽ IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ടീംസാണ്. എപ്പോഴും ഡിബേറ്റ് നടത്തുന്നത് ഏതാണ് ഏറ്റവും ബെറ്റർ ടീം എന്നുള്ള ഡിബേറ്റ് നടക്കുന്നത് CSKക്കും മുംബൈക്കും നടുവിലാണ്. CSK, മുംബൈ ഇന്ത്യൻസ്, നമുക്ക് ഈ രണ്ട് ടീമിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. 5 കപ്പ് വീതമുള്ള IPL തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ടീം എന്ന് പറയാൻ പറ്റുന്ന രണ്ട് ടീംസാണ്. അതിൽ CSK നോക്കുകയാണെങ്കിൽ 5 കപ്പ് മാത്രമല്ല, അവർക്ക് 5 ഫൈനൽസും കൂടിയുണ്ട്. 2 സീസൺ ഒഴികെ ബാക്കി എല്ലാ സീസണുകളിലും അവർ കളിച്ച എല്ലാ സീസണുകളിലും അവർ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. 2 സീസൺ അവർക്ക് കളിക്കാൻ പറ്റിയില്ല, സസ്പെൻഡ് ആയിരുന്നു. സ്റ്റാർട്ടിംഗ് വിത്ത് CSK, അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡ് ആണ്. ഋതുരാജ് ഗെയ്ക്വാഡ് തന്നെയായിരിക്കും അവർക്ക് ഓപ്പണിംഗ് ഉണ്ടായിരിക്കുക. ആൻഡ് ഇത്തവണ അവരുടെ ഓപ്പണിംഗ് പെയർ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഋതുരാജും കോൺവേയും ആണ് IPL CSKയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് പെയർ. അതായത് കഴിഞ്ഞ 2-3 വർഷങ്ങൾ മാത്രമല്ല, ത്രൂ ഔട്ട് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 ആൾക്കാർ ഓപ്പണിംഗ് പെയർ എന്ന് പറയുന്നത് ഋതുരാജ് ഗെയ്ക്വാദും കെവൻ കോൺവേയും ആണ്. പക്ഷേ രച്ചിൻ രവീന്ദ്ര ഇപ്പോൾ ഉള്ള റെഡ് ഹോട്ട് ഫോമിൽ പുള്ളിനെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയുടെ മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്നു രച്ചിൻ രവീന്ദ്ര. മാത്രമല്ല, 2023 നടന്ന ഏകദിന വേൾഡ് കപ്പിലും പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്തു, ഒരുപാട് സെഞ്ചുറികളും സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ IPL കാര്യമായിട്ട് പുള്ളിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ രച്ചിൻ രവീന്ദ്ര കളിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അഥവാ കളിക്കുകയാണെങ്കിൽ കോൺവേയും രച്ചിൻ രവീന്ദ്രയും ഒരുമിച്ച് ഉണ്ടാവുമോ, അതോ കോൺവേയെ മാറ്റിയിട്ട് രച്ചിൻ രവീന്ദ്ര ഋതുരാജിന്റെ കൂടെ ഓപ്പണിംഗ് വരുമോ എന്നുള്ളതാണ് CSK സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. രച്ചിൻ രവീന്ദ്ര കളിക്കുന്നില്ലെങ്കിൽ മൂന്നാമത് വരാൻ സാധ്യതയുള്ളത് രാഹുൽ ത്രിപാഠിയാണ്. പിന്നെ വരുന്നത് ശിവം ദുബെയാണ്. ശിവം ദുബെ നമുക്കറിയാം, ഒരു സ്പിൻ പവർ ഹിറ്ററാണ് ശിവൻ ദുബെ. പിന്നീട് 2 ഓപ്ഷൻസാണ് CSKക്ക് ഉള്ളത്. ഒന്നുകിൽ ദീപക് ഹൂഡ, അതല്ലെങ്കിൽ വിജയ് ശങ്കർ. ദീപക് ഹൂഡ ആയിരിക്കും കൂടുതൽ ചാൻസ്. പിന്നെ സാം കരൺ. സാം കരൺ എങ്ങനെയാണ്, ഇമ്പാക്റ്റ് ആയിട്ടായിരിക്കുമോ കളിക്കുക, അതോ പുള്ളി എല്ലാ മത്സരങ്ങളും കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം വേറെയും ഓപ്ഷൻസ് CSKക്ക് ഉണ്ട്. നഥാൻ എൽലിസ് ഉണ്ട്, ഓവർട്ടൺ ഉണ്ട്. സാം കരൺ പ്ലേയിങ് 11 ഉണ്ടാവുമോ എന്നറിയില്ല. ബട്ട് ആസ് ഓഫ് നൗ പ്ലേയിങ് 11 അഞ്ചാമത് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ സാം കരൺ ആണ്. ആറാമത് രവീന്ദ്ര ജഡേജ. പക്ഷേ ഇത്തവണ MS ധോണി എന്നുള്ള അധികായരെ, MS ധോണിയാണ് ഈ ടീമിന്റെ ഐക്കൺ. പുള്ളിയുടെ അവസാനത്തെ സീസൺ ആണെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. മേ ബി ആയിരിക്കാം. അപ്പോൾ പുള്ളിയുടെ നീ ഇഞ്ചുറി മാറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലെ പോലെ അവസാനത്തെ ഒരു 5-6 ബോൾ മാത്രം കളിച്ചുകൊണ്ട് സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. MS ധോണി ആറാമതോ ചിലപ്പോൾ അഞ്ചാമതോ വന്ന് കളിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും സാം കരന് ശേഷം രവീന്ദ്ര ജഡേജ, MS ധോണി, രവിചന്ദ്രൻ അശ്വിൻ ഈസ് ബാക്ക് ടു CSK. രവിചന്ദ്രൻ അശ്വിൻ മാത്രമാണ് ഒരു ചെന്നൈ ബോയ് ആയിട്ട് CSK ടീമിൽ അറ്റ് ലാസ്റ്റ്, അവരുടെ സ്വന്തം രവിചന്ദ്രൻ അശ്വിൻ. പിന്നെ നൂർ അഹമ്മദ്, ഇവരുടെ സ്പിൻ ട്രയോ ജഡേജ, അശ്വിൻ, നൂർ അഹമ്മദ്. പിന്നെ 2 ബൗളേഴ്സാണ്. ഇതിലൊരാൾ മതീഷ പത്രാണ്, CSKയുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നു. പിന്നെ ഖലീൽ അഹമ്മദ്. ഇത്തവണ ഖലീൽ അഹമ്മദ് ആയിരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കാൻ സാധ്യത. ഇതാണ് അവരുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് 11 ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഷിയാബിന്റെ ഒപ്പീനിയൻസിലേക്കാണ്. ഓക്കെ, ചെന്നൈ പേപ്പറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്വാഡ് ഉണ്ട്. അവർക്ക് ബാക്കപ്പ് ആയിട്ടും പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ചെപ്പോക്കിലോട്ട് വരുമ്പോൾ എന്തായാലും 3 സ്പിന്നേഴ്സ് ഷുവർ ആയിട്ട് കളിക്കുന്നുള്ള വളരെ ഉറപ്പാണ്. അത് അശ്വിനും ജഡേജയും നൂർ അഹമ്മദ് ആയിരിക്കും. അപ്പോൾ ചെപ്പോക്കിൽ 7 മത്സരത്തിൽ നൂർ അഹമ്മദ് കളിക്കും. പിന്നെ സാംകർ എന്തായാലും ത്രൂ ദ സീസൺ IPL കളിക്കും. അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെന്നൈ അയാൾ വിട്ട് കളിയാൻ വകുപ്പില്ല. 11 കളിക്കും. ഈ 2 പ്ലേയേഴ്സ് എന്തായാലും ഷുവറാണ്. പിന്നെയുള്ള 2 പ്ലേയേഴ്സ്, അതിലൊരാൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങുന്ന ആളായിരിക്കും, ബാക്കി ഒരാൾ ബൗളർ ആയിരിക്കും. അത് ചെപ്പോക്കിൽ വരുമ്പോൾ നൂർ അഹമ്മദും, ചെപ്പോക്കിന് പുറത്ത് എലിസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഡെത്തിൽ 11യുടെ കൂടെ നല്ല പോലെ ബോൾ ചെയ്യാൻ ആളില്ല. ഖലീൽ അഹമ്മദിനെ കൂടുതലായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. ഡെത്ത് ഓവറിൽ അയാൾ പവർ പ്ലേയിൽ നല്ല ബോളിംഗ് ആണ്. പക്ഷേ ഇവൻ ചെപ്പോക്കിൽ പോലും ഡെത്ത് ബോളിങ്ങിനെ 11യുടെ കൂടെ ബോൾ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് മാറും ചിലപ്പോൾ. ഖലീൽ അഹമ്മദിനെയും സാംകറിനെയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ആ ഒരു പ്രശ്നം ഡെത്ത് ബോളിങ്ങിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് നല്ലൊരു സ്കോഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ഈ കോൺവേ, രജിൻ രവീന്ദ്ര, ഇത് നല്ലൊരു CSK ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യം. രണ്ടുപേർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല. കാരണം കോഡ് കറക്റ്റ് ഫോറിൻ പ്ലേയേഴ്സ് സെറ്റാക്കാൻ കഴിയില്ല. അപ്പോൾ രജിൻ രവീന്ദ്ര, അയാളുടെ ബാറ്റിംഗ് സ്കിൽ വെച്ചിട്ട് രജിൻ രവീന്ദ്രയാണ് ബെറ്റർ. പക്ഷേ IPL എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി വെച്ചിട്ട് കോൺവേ ആണ് ബെറ്റർ. കോൺവേ ഋതുരാജും ഗെയ്ക്വാദും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടീമുകളും ഒരുവിധം 5 ടീമുകൾ മിനിമം മാറിയിട്ടുണ്ട്. പവർ പ്ലേയിൽ നല്ല സ്കോർ. ചെന്നൈ ഇപ്പോഴും ആ ഒരു ഇതിലോട്ട് മാറിയിട്ടില്ല. ആ ഒരു പ്രശ്നം ഉണ്ടാവും ചെന്നൈക്ക്. പ്രത്യേകിച്ച് ചെറിയ മത്സരങ്ങളിൽ ചെന്നൈ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ഗോവയെ പക്ഷേ ചെപ്പോക്കിലെ മത്സരങ്ങളിലൊക്കെ കോൺവേക്ക് നല്ല റെക്കോർഡുണ്ട്. ആ കോൺവേയെ മാറ്റി നിർത്താനും CSK മാനേജ്മെന്റിന് ഒരു ഇതുണ്ടാവും. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ രജിൻ രവീന്ദ്ര കളിക്കണം എന്നാണ്. പക്ഷേ ആൾ ഫോം ആവുമോ എന്നുള്ളത് കണ്ടറിയണം. അതർവൈസ് ചെന്നൈ നല്ല സ്കോഡാണ്. ബോളിംഗ് ആ സ്പിൻ വെച്ചിട്ട് തന്നെ 6-7 മത്സരങ്ങളിൽ വിജയിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇവയിൽ 2-3 മത്സരങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ ചെന്നൈക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫ് എത്താവുന്നേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ 3-4 ഈ ഒരു ഇതിലായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ 2-ൽ ടോപ്പ് എത്താൻ ചാൻസ് ഇല്ല.
എവേ മത്സരങ്ങളിൽ പരാജയങ്ങൾ കൂടുതൽ ഏറ്റുവാങ്ങാൻ ചാൻസ് ഉണ്ട്? CSKയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടീമിന്റെ ഓപ്പണിംഗ് ക്യാപ്റ്റൻ ഋതുരാജ്, കൂടെ കോൺവേ അല്ലെങ്കിൽ രചനായിരിക്കും. പിന്നെ വരുന്നത് കുറേ ലോറൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള IPL എക്സ്പീരിയൻസ് ഉള്ള കുറേ പ്ലേയേഴ്സ് ആണ്. അത് എത്രത്തോളം CSK ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. കൂടെ ജഡേജ ഒരു 4-5 ഒക്കെ വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു സാഹുൽക്കരൻ്റെ ബാറ്റിംഗ് കളിക്കും. സാഹുൽക്കരൻ ഈ ഇടയ്ക്ക് കളിച്ച T20 T20 ഒരു CSK ടൈപ്പിലൊരു ആങ്കറിങ് റോൾ പോലത്തെ ഒരു ഇന്നിങ്സൊക്കെയാണ് കളിച്ചത്. അപ്പോൾ പൊതുവേ CSKക്ക് വരാൻ പോകുന്നൊരു ഇഷ്യൂ അവിടെ ആയിരിക്കും. ദുബൈയുടെ ഇന്നിങ്സ് കൊണ്ട് ദുബൈ ആ പിന്നിനെ കളിക്കുന്നത് മാത്രമായിരിക്കും CSKയുടെ ആഗ്രഹം. അല്ലെങ്കിൽ ത്രിപാഠി കൂടെയൊക്കെ ഒരു പ്രോപ്പർ ഫോമിൽ പോലുമില്ല. അവർ രണ്ടുപേരും കളിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. സ്റ്റിൽ ഇഷ്യൂസ് ഫോർ CSK. കോൺവേ കളിക്കുവാണെങ്കിൽ രജൻ കളിക്കാൻ ചാൻസ് കുറവാണ്. കോൺവേ ഇഞ്ചേർഡാണ്, കുറച്ച് റിക്കവർ ആയിട്ടുണ്ടോ തോന്നുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ കോൺവേ, സാംകരൻ, നൂർ, ചെന്നൈയിലാണെങ്കിൽ നൂറുണ്ടാവും. ചെന്നൈയിൽ നല്ല കാട്ട് വിക്കറ്റിലായാലും നൂറുണ്ടാവും. പിന്നെ പതിരാനയാണ് 10 കാരണം ഒരു 2 സീസണായിട്ട് CSKയുടെ ഒരു ഡെത്ത് ഓവർ ബോളിംഗ് ആയിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. ഇഞ്ചുറി, ബോളിംഗ് ആക്ഷനൊക്കെ മാറ്റിയതിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അത് തിരിച്ച് വീണ്ടും പഴയ ആക്ഷനാണ് എനിക്ക് കാണിച്ചിട്ടുള്ളത്. പഴയ ആക്ഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, വീഡിയോ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണെന്ന് കണ്ടറിയാം. ഇല്ലെങ്കിൽ എലിസ് തന്നെയാണ് കളിക്കുന്നത്. എന്നാലും പതിരാന, നൂർ, കോൺവേ, സാംകരൻ ഇത് 4 പേരും ആയിരിക്കും ഇറങ്ങാൻ. ജെമി ഓട്ടനും എലിസും കുറച്ച് ചാൻസ് കുറവാണ്. രജിനാണ്. ഓക്കെ. നൂർ അഹമ്മദിനെ CSK ടീമിലേക്ക് വിളിക്കുന്നത് 10 കോടിക്കാണ്. ഗുജറാത്ത് ടൈറ്റൻസ് RTM മേടിക്കാൻ പോകുമ്പോൾ CSKക്ക് അവസാനത്തെ ഒരു തുക പറയാണ്. 2 കൈ 10 സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞത്. സോ ദേ ഡെലിബറേറ്റ്ലി വാണ്ടഡ് ഹിം. അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഒരു പ്ലെയർ ടീമിൽ വേണം, നമുക്ക് അത്രയും നിർബന്ധമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കളിക്കുന്ന 4 ഫോറിനേഴ്സിൽ ഒരു ഫോറിനർ എന്തായാലും നൂർ അഹമ്മദ് ആയിരിക്കും. ആൻഡ് കോൺവേ ഓർ രജിൻ ഓർ ബോത്ത് രണ്ടുപേരും കളിക്കുകയാണെങ്കിൽ ഓൾറെഡി 3 ഫോറിനേഴ്സായി. മതീഷ പത്രാന എന്തായാലും കളിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ സാം കരൺ ഒഴിവാക്കേണ്ടി വരും. ഇനി സാം കരനെ എല്ലാ മാച്ചസും കളിപ്പിക്കുകയാണെങ്കിൽ രജിൻ രവീന്ദ്ര ഓർ ഡെവൻ കോൺവേ രണ്ടിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഓപ്ഷൻ ഉള്ളത് ഹോം മത്സരങ്ങളിൽ സാംകറിനെ മാറ്റി നിർത്തിയിട്ട് എവയിലോട്ട് സാംകറിനെ ഇടേണ്ടി വരും. രജിനെയും കോൺവേയും ഒരുമിച്ച് കളിപ്പിക്കുക. പിന്നെ ചെന്നൈയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് പേടിയുള്ള കാര്യം എന്താ വെച്ചാൽ ദീപക് കൂടെയും വിജയ് ശങ്കറും ഒരുമിച്ച് 11ൽ വരുമെന്നൊരു പേടിയുണ്ട്. അതായിട്ട് വന്നു കഴിഞ്ഞാൽ ടീമിനെ ആകെ താളം തെറ്റിക്കും. എത്ര ഡൊമസ്റ്റിക്കൽ ഫോമാണെന്ന് പറഞ്ഞാൽ ഇവന്മാർ IPL അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല. നൂർ അഹമ്മദ് ആക്ച്വലി എവയിൽ ഉപകാരമാക്കാൻ ചാൻസ് ഉണ്ട്. അശ്വിനേക്കാളും ബെറ്റർ നൂർ അഹമ്മദ് ആയിരിക്കും എവേ മാച്ചസിൽ. അശ്വിന് പകരം അവിടെ ഒരു നല്ലൊരു പേസർ കമലേഷ് നാഗർകോട്ടി, അൻസുൽ കമ്പോജ്, മുകേഷ് ചൗധരി വരുന്നുണ്ട്. പക്ഷേ ഇതും നല്ല പേസേഴ്സ് അല്ല. എലിസാണ് ഏറ്റവും ബെറ്റർ എവേ മാച്ചസിൽ ആവശ്യം വരും. ഡെത്ത് ബോളിങ്ങിൽ പതിനൊരുടെ കൂടെ ഏതെങ്കിലും നല്ലൊരു ബോളർ വന്നേ മതിയാകും. ചെന്നൈ കുറേ കാലങ്ങളായിട്ട് ആ ഡെത്ത് ബോളിംഗ് യുഗത്തിന് ശേഷം ഏറ്റവും മിസ് ചെയ്യുന്നൊരു ഇതാണ് രണ്ട് നല്ല പേസ് ബോളേഴ്സ് എന്നുള്ളത്. നെക്സ്റ്റ് ടീം ഓഫ് കോഴ്സ് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ആദ്യത്തെ 5 സീസൺസ്, അതായത് 2008, 2009, 2010, 2010 ഫൈനൽ വന്നത് ഓടിച്ചാൽ 11, 12 ഈ ആദ്യത്തെ 5 സീസണിലും യാതൊരു രീതിയിലുള്ള ഡൊമിനൻസും കാണിക്കാത്തൊരു ടീമാണ്. ഫൈനലിൽ ഒരു തവണ മാത്രമേ അവർ കളിച്ചുള്ളൂ. പക്ഷേ 2013 മുതൽ തുടർച്ചയായിട്ട് ഓൾട്ടർനേറ്റീവ് ഇയേഴ്സിൽ 2013, 15, 17, 19 തൊട്ടടുത്ത വർഷം കൂടി 2020 കൂടെ അവർ 5 കപ്പാണ് ആ ഒരു 7-8 വർഷത്തിൽ അവർ അടിച്ചത്. അതിനുശേഷം 2021, 22, 23, 24 4 സീസണുകളായിട്ട് മുംബൈക്ക് ട്രോഫി ഇല്ല. ഇത്രയും സ്ട്രോങ് ആയിട്ട് പോലും കഴിഞ്ഞ സീസൺ പോലും അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഒരു ടീം. പക്ഷേ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്കറിയുന്ന പോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, ഫാൻസിൻ്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മാനേജ്മെന്റുമായിട്ട് അവർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. റിട്ടൻഷനിൽ തന്നെ അവരുടെ കോർ ടീം സെറ്റ് ആയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ 5 പേരും ആ ടീമിനെ കോർ പ്ലേയേഴ്സ് ആണ്. ഇവർ 5 പേരും ഇന്ത്യൻ T20 സൈഡിന്റെ ആയാലും ഇന്ത്യൻ ODI സൈഡിന്റെ ആയാലും കോർ ടീമായിട്ട് വരുന്ന പ്ലേയേഴ്സ് ആണ്. അത്രയും ഡൊമസ്റ്റിക് പവർ ഉള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഇവരുടെ ഫോറിനേഴ്സ് ഓപ്ഷൻസ് ഉള്ളത് റയാൻ റിക്കൽട്ടൺ ആണ് ഇത്തവണ രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗ് വരാൻ സാധ്യത കൂടുതൽ. പുള്ളി തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നത്. ഓൾറൗണ്ടറായിട്ട് മിച്ചൽ സാന്റ്നർ ഒരുപാട് വർഷമായിട്ട് CSKയുടെ ബെഞ്ചിനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് മിച്ചൽ സാന്റ്നർ. ജഡേജ നല്ലൊരു പ്ലെയർ ഉള്ളത് കൊണ്ട് മാത്രം കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ മിച്ചൽ സാന്റ്നർ ഇപ്പോൾ കിവീസിന്റെ ക്യാപ്റ്റനാണ്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. നല്ലൊരു ഫോമിലുള്ളൊരു പ്ലെയറാണ്. ഏത് ഫോർമാറ്റ് നോക്കുകയാണെങ്കിലും നല്ല ഫീൽഡറുമാണ്. എല്ലാ രീതിയിലും ഒരു ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ട്രെന്റ് ബൗൾട്ട് വീണ്ടും മുംബൈയിലേക്ക് എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും. അതുപോലെ റീസ് ടോപ്ലി കളിക്കുമെന്നറിയില്ല. അല്ല ഗസൻഫർ ഉറപ്പില്ല കളിക്ക് പോകുന്നുള്ളത്. പിന്നെ റിച്ചാർഡ് വില്യംസ്. ഇത്രയാണ് ഫോറിൻ ഓപ്ഷൻസ് അവർക്കുള്ളത്. പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, റയാൻ റിക്കൽട്ടൺ, വിൽ ജാക്സ്, സൂര്യകുമാർ യാദവ്,
അറ്റ് 4, തിലക് വർമ്മ അറ്റ് 5, ഹാർദിക് പാണ്ഡ്യ, പിന്നെ നമൻ തീർ പ്ലേയിങ് ലെവലിൽ കളിക്കാൻ സാധ്യതയുണ്ട്. മിച്ചൽ സാൻഡർ, ദീപക് ചഹർ ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് വന്നിരിക്കുകയാണ്. ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, കരൺ ശർമ്മ സബ്ബായിട്ട് നിന്ന് എല്ലാ മാച്ചസും കളിക്കാണ്ട് 1-2 മാച്ചസ് കളിച്ച് കൂടുതൽ മാച്ചസും ടീമിന്റെ ബെഞ്ചിലിരുന്ന് എല്ലാ വർഷവും കപ്പടിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു കരൺ ശർമ്മ. ഇത്തവണ മുംബൈയുടെ കൂടെയാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കാൻ സാധ്യതയുള്ളത്. അവരുടെ ഫോറിൻ ഓപ്ഷൻസ് റയാൻ റിക്കിൾട്ടൺ, വിൽ ജാക്സ്, മിച്ചൽ സാൻഡർ, ട്രെന്റ് ബോൾട്ട്. ഇവരുടെ കഴിഞ്ഞ 4 വർഷത്തെ പ്രശ്നം എന്നുള്ളത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ കോർ ടീം സെറ്റ് ആയതുകൊണ്ട് ബാറ്റിംഗ് ഓക്കെ ആയിരുന്നു. പക്ഷെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ ഫാസ്റ്റ് ബോളിങ്ങും ബുംറ കഴിച്ചുള്ള ഫാസ്റ്റ് ബോളിങ്ങും പ്രശ്നമായിരുന്നു. നല്ലൊരു സ്പിന്നർ ഉണ്ടായിരുന്നില്ല. പീയൂഷ് ചൗളയൊക്കെ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കരൺ ശർമ്മ വരുന്നത് എനിക്ക് അത്ര നല്ല പോസിറ്റീവ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ബോൾട്ടും ദീപക് ചഹാറും അവരുടെ പീക്കിലോട്ട് അല്ലെങ്കിൽ അവരുടെ പീക്കിന് അടുത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു വരാവുന്നേ ഉള്ളൂ. 4 വർഷത്തിൽ 2 തവണ 9-10 സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് പോകുന്നത്. ലാസ്റ്റ് 1-2 സ്ഥാനത്തായിട്ട്. മിച്ചൽ സാൻഡർ, മുജീബ് റഹ്മാനാണ് ആക്ച്വലി ഉള്ളത്. അല്ലാ ഗസൻഫാർ ഇല്ല, ആൾ പരിക്കേറ്റി. മുജീബ് റഹ്മാൻ കയ്യിലുണ്ട്. മുജീബ് റഹ്മാൻ കളിക്കാൻ ചാൻസ് ഇല്ല. സാൻഡർ ത്രൂഔട്ട് സീസൺ കളിക്കുമെന്നാണ് കരുതുന്നത്. കാരണം അവർക്ക് നല്ലൊരു സ്പിന്നർ എന്തായാലും വേണം. കരൺ ശർമ്മയെ വെച്ചൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാറ്റിംഗ് എന്തായാലും എനിക്ക് തോന്നുന്നു അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കോറാണ്. സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പാണ്. റയാൻ റിക്കിൾട്ടൺ, പിന്നെ വിൽ ജാക്സ്, ഇവരായിരിക്കും ആ ടോപ്പ് 3 2 ബാറ്റേഴ്സ്. പിന്നെ രോഹിത് ശർമ്മ. ജേക്കബ്സ് കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം റയാൻ റിക്കിൾട്ടൺ അയാളുടെ നല്ല ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈക്ക് വേണ്ടിയിട്ട് മുംബൈ എമിറേറ്റ്സോ ഏതോ ടീമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ലീഗിലും കപ്പടിച്ച്. അവർക്ക് 2 മലയാളി പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടായിരുന്നു, വിഘ്നേഷ് പുത്തൂരും ശ്രീജിത്തും. അവർക്കും പക്ഷേ ചാൻസ് കിട്ടില്ല. പിന്നെ കാരണം വേറെ ബോളേഴ്സ് കുറേ ഉണ്ട്. അഥവാ ഒരു പേസ് ബോളിംഗ് അർജുൻ ടെണ്ടുൽക്കർ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് ആൾക്ക് ഏറ്റവും തലവേദന ആയിട്ടുള്ള കാര്യമാണ്. ദീപക് ചഹാറിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അർജുൻ ടെണ്ടുൽക്കർ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് മുംബൈയുടെ ദുരവസ്ഥയാണ്. ഇപ്പോഴും ബൗളിംഗ് ചെയ്യുന്നപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പിന്നെ ബോൾട്ട് ഫോം ആകും എന്നുള്ളത് കണ്ടറിയണം. ബോൾട്ട് സൗത്ത് ആഫ്രിക്കൻ ലീഗിൽ കില്ലാനായിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അയാളുടെ മോശം ഫോം ചാൻസ് മുൻകണ്ടിട്ടാണ് അവർ 2 പേസ് ബോളിംഗ് ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട്, ഫോറിൻ ഓപ്ഷൻസ്. റീസ് ടോപ്ലിയും പിന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ലിസാർഡ് വില്യംസും. ഈ 2 ഓപ്ഷൻസ് എടുത്തിട്ടുള്ളത് അതിനാണ് തോന്നുന്നത്. കാരണം പുറത്തു പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇയാളുടെ ഫോം എത്രത്തോളം IPL ഉണ്ടാവും എന്നുള്ളത്. ട്രെന്റ് ബോൾട്ട് ബാക്കി ഈ ബാറ്റിംഗ് ഒക്കെ ഉഷാറാണ്. ബോളിംഗ് ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് മുംബൈയെ സംബന്ധിച്ചിട്ട്. സ്റ്റിൽ അവർക്ക് ആ ബോളിംഗ് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ഓഫ് എത്താവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്തവണ പ്ലേ ഓഫ് എത്തുന്ന 4 ടീമുകളിൽ ഒന്നായിരിക്കും. പക്ഷേ എത്ര സ്ഥാനം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. മുംബൈയിലെ ബാറ്റിങ്ങിൽ ഒരു ഇഷ്യൂസ് എനിക്ക് കാണുന്നില്ല. അങ്ങനെ ഒരു ഇതുമില്ല. ഒരു ടോപ്പ് 1 to 8 നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ T20 മെറ്റീരിയൽസ് ആണ് ഉള്ളത്. നമ്പർ 8, 9 വരെ പോയാലും കുഴപ്പമില്ല. ബാറ്റിംഗ് ഒക്കെ ഓക്കെയാണ്. അവരുടെ ഡെത്ത് ഓവേഴ്സ് ആണ് ബുംറ ഇല്ലാത്തവർ അനുഭവിക്കാൻ പോകുന്നത്. അവരോട് ഇഷ്യൂ അനുഭവിക്കാൻ പോകുന്നത് അവിടായിരിക്കും. ബോൾട്ട് നമുക്കറിയാം പവർ പ്ലേ ഗുഡ് സ്പിൽ ഉണ്ടാവും. ദീപക് ചാർ കുഴപ്പമില്ലാത്തൊരു ബോളറാണ്. ബട്ട് ഫോം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല, ഫോമിലാണെന്നുള്ള കണ്ടീഷനിലല്ല. ബോൾട്ട് ടോപ്പിൽ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാൻഡറും ഹാർഡിക്കൊക്കെ ഒരുവിധം ബോളിംഗ് കുഴപ്പമില്ലാതെ കൊണ്ടുപോയാൽ പോലും അവർക്ക് ഡെത്ത് ബോളിംഗ് കുറച്ച് കഷ്ടമാണ് ബുംറ ഇല്ലാതെ. പിന്നെ അവർക്കൊക്കെ ഉള്ളത് പിന്നെ കുറേ യങ്സ്റ്റേഴ്സ് രാജ്പാവ, അശ്വനി കുമാർ, അവർ അതുപോലത്തെ പേസൊക്കെയാണ് ഉള്ളത്. അതൊക്കെ എത്രത്തോളം IPL ഒരു ഫോർമാറ്റിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. മുംബൈ ഇതുപോലത്തെ പ്ലേയേഴ്സിനെ വാർത്തെടുത്ത് അവരവിടെ കഴിവ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പല നമ്മുടെ ഇങ്ങനെയുള്ള കാലഘട്ടത്തിനായാലും. അതുകൊണ്ട് മുംബൈയുടെ പ്രശ്നം അവിടെ ഡെഡ് ബോളിങ്ങിലാണ് ഞാൻ കാണുന്നത്. ബുംറയുടെ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ അല്ലേ? കാരണം ബുംറയ്ക്ക് ഒരു 4-5 മാച്ചസ് മിസ്സാവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹാഫ് ഓഫ് ദ മാച്ചസ് മിസ്സാവാനും സാധ്യതയുണ്ട്. ഇനി അഥവാ പുള്ളി തിരിച്ച് വരികയാണെങ്കിലും ആ പഴയ ബുംറ ആയിരിക്കും എന്നുള്ളതും അറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രെന്റ് ബോൾട്ടിന് ഹൈലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു, നമുക്കൊരിക്കലും ദീപക് ചഹറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ട്രെന്റ് ബോൾട്ടിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക. മേ ബി ചഹർ ചിലപ്പോൾ ഒരു വണ്ടർ കാണിച്ചേക്കാം. ബട്ട് സ്റ്റിൽ അവരുടെ ഓവറോൾ ബോളിംഗ് ലൈനപ്പിനെ നയിക്കേണ്ട ഒരു ചുമതല വരുന്നത് ട്രെന്റ് ബോൾട്ടിനാണ്. ചഹാറിന്റെ ഫോമൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വണ്ടർ കാണിക്കുന്നത്. അത് വണ്ടർ കാണിച്ചാൽ എന്തെങ്കിലും റിസൾട്ടിൽ പോസിറ്റീവ്. പിന്നെ അത്രയും ബാറ്റിംഗ് അത്രയും നല്ല രീതിയിൽ വേറെ ലെവലിലോട്ട് ഫോമിനെ കൊണ്ടുപോകേണ്ടിവരും. ബുംറ 5 മത്സരങ്ങളൊക്കെ അൺഅവൈലബിൾ ആണെങ്കിൽ മുംബൈ പ്ലേ ഓഫിലോട്ട് കടക്കാനുള്ള ചാൻസ് കുറയും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളിയുടെ സ്വന്തം സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് സെറ്റാണ് ഏറ്റവും ഇന്ത്യൻ ടീമിന്റെ തന്നെ ഓപ്പണിംഗ് പ്ലേയേഴ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന 2 പേരാണ് യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസൺ. T20 ഫോർമാറ്റിലെ മൂന്നാമത് വരുന്ന ബാറ്ററിനെ കുറിച്ച് മേ ബി ചിലപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടി വരും. നിതീഷ് റാണയാണ്. കൊൽക്കത്തയിൽ നിന്നും രാജസ്ഥാന് വേണ്ടി ആദ്യമായിട്ട് കളിക്കുകയാണ് നിതീഷ് റാണ. പിന്നെ റിയാൻ പരാഗ് ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് പുള്ളിയുള്ളത്. കഴിഞ്ഞ സീസൺ ഏറ്റവും നന്നായിട്ട് ഒരു 500 മേലെ സ്കോർ ചെയ്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കേട്ട വിമർശനങ്ങൾക്കൊക്കെ മറുപടി കൊടുത്ത ഒരു പ്ലെയറാണ് റിയാൻ പരാഗ്. അറ്റ് 4 പുള്ളി കളിക്കും. 5ാമത് ധ്രുവ് ജുറേൽ. ധ്രുവ് ജുറേലിന്റെ കാര്യം പറയുകയാണെങ്കിൽ
എന്തിനായിരുന്നു ഈ ഒരു റിട്ടൻഷൻ എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ധ്രുവ് ജുറേൽ അത്രയ്ക്ക് അങ്ങ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ടെസ്റ്റിലൊക്കെ നന്നായിട്ട് വിക്കറ്റ് കീപ്പിംഗ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ സഞ്ജു സാംസൺ കീപ്പറായി നിൽക്കെ ധ്രുവ് ജുറേലിന് അത്രയും പൈസ കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് അവർ റിട്ടൈൻ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആറാമത് മേ ബി ചിലപ്പോൾ അഞ്ചാമത് ഷിംറോൺ ഹെറ്റ്മേർ ആയിരിക്കും കളിക്കാൻ സാധ്യതയുള്ളത്. പുള്ളിയാണ് ടോപ്പ് 6 വരുന്ന ഒരേ ഒരു ഫോറിൻ ബാറ്റർ. ഷിംറോൺ ഹെറ്റ്മേറിനെ വീണ്ടും ഒരുപാട് ട്രസ്റ്റ് ചെയ്യാണ് രാജസ്ഥാൻ റോയൽസ്. പുള്ളി അത്രമാത്രം സ്കോർ ചെയ്യുമെന്ന് അറിയില്ല. നെക്സ്റ്റ് കളിക്കാൻ വരുന്നത് വനിന്ദു ഹസരംഗയാണ്. വനിന്ദു ഹസരംഗ RCBയിൽ നിന്ന് RRലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കറന്റ്ലി ശ്രീലങ്കയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ് മഹീഷ് തീക്ഷണ അതുപോലെ കെവിൻ സുരേന്ദ്ര. ഇവർ രണ്ടുപേരും ഇപ്പോൾ രാജസ്ഥാന്റെ കൂടെയാണ്. പിന്നെ അവരുടെ പേസ് ബൗളിങ്ങിനെ നയിക്കാൻ പോകുന്നത് ഫോറിൻ ഫാസ്റ്റ് ബൗളർ ആയിട്ടുള്ള ഇംഗ്ലണ്ട് താരം ജോഫ്ര ആർച്ചറാണ്. പിന്നെ ചെന്നൈയിൽ നിന്നും വന്നിട്ടുള്ള പർപ്പിൾ ക്യാപ്പ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഷാ ദേശ്പാണ്ഡെയാണ്. പിന്നെ ആകാശ് മത്വാഡെ. ഇതാണ് അവരുടെ കോർ ടീം. പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സന്ദീപ് ശർമ്മയും കളിക്കാൻ സാധിച്ചു. മേ ബി നിതീഷ് റാണയ്ക്ക് പകരമായിട്ടായിരിക്കും സന്ദീപ് ശർമ്മ കളിക്കാൻ. ഇതാണ് അവരുടെ ഒരു 12 മെയിൻ പ്ലേയേഴ്സ്. രാജസ്ഥാന്റെ സ്ക്വാഡിലോട്ട് വരുമ്പോൾ ബാറ്റേഴ്സ് ദേവ് പറഞ്ഞ പോലെ ഒരു ടോപ്പ് 6 5 വരുന്നത് ഇന്ത്യൻ ബാറ്റേഴ്സാണ്. അത് മതി അതിൽ. പക്ഷേ നിതീഷ് റാണ ഫോമിൽ എത്തിയേ മതിയാകൂ. നിതീഷ് റാണ കഴിഞ്ഞ വർഷം കൊൽക്കത്ത ബെഞ്ചിലായിരുന്നു. ഒരു സമയത്ത് ക്യാപ്റ്റൻ ആയിരുന്ന പ്ലെയർ ആയിരുന്നു. അയാൾ ബെഞ്ചിലായിരുന്നു. അയാളുടെ മോശം ഫോമും പിന്നെ ആ കൊൽക്കത്ത ടീമിൽ സെറ്റപ്പ് അങ്ങനെ ആയതുകൊണ്ട് ആൾക്ക് ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നതാണ്. പക്ഷേ നിതീഷ് റാണ നല്ല ബാറ്ററാണ് ആക്ച്വലി. അയാൾ ഫോമിലെത്തുകയാണെങ്കിൽ ഈ ബാറ്റേഴ്സ് മതി. ടോപ്പ് 4 നല്ല ബാറ്റേഴ്സാണ്. ധ്രുവ് ജുറേൽ ഇറങ്ങുന്നത് എന്താ വെച്ചാൽ ആക്ച്വലി അവർക്ക് ഫിനിഷർ ഇല്ല, നല്ല ഫിനിഷർ ഇല്ല. ഹിറ്റ്മേർ മാത്രമാണ് ഫിനിഷറായിട്ട്. അപ്പോൾ ഒരാൾ ഇന്ത്യൻ ടീമിൽ നിന്ന് അല്ലെങ്കിൽ ഫോറിനായിട്ട് വന്നേ മതിയാകും. വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ധ്രുവ് ജുറേൽ എന്നുള്ള പ്ലെയർ വരുന്നത്. അയാൾ 1 2 3 മത്സരങ്ങളിൽ എങ്ങാനോ അത്യാവശ്യം രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അസരങ്കയിലൊക്കെ വിശ്വസിക്കുക പറഞ്ഞാൽ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ ഇന്റർനാഷണൽ ആയാലും ബാക്കി ലീഗുകളായാലും ഒക്കെ ചിലപ്പം 18 ബോൾ 50 അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും IPL അങ്ങനെ ഫോം ആയിട്ടുള്ള പ്ലെയർ അല്ല അസരങ്ക. ബോളിങ്ങിലോട്ട് വരുമ്പോൾ ബോളിംഗ് അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അവർ ബോളിംഗ് ഒരു പ്രശ്നമായിട്ട് മാറിയിരുന്നു. ഈ പ്രസീദ് കൃഷ്ണൊക്കെ ബോൾ ചെയ്തിരുന്ന ഒരു ടീമാണ്. നല്ല അടിമടിച്ച് തലവേദനയായിരുന്നു ആവേശ് ഖാനൊക്കെ ചെയ്തു വന്ന് പ്രശ്നമാക്കിയ ബോളിംഗ് ലൈനപ്പായിരുന്നു. ഇത്തവണ ബോളിംഗ് ലൈനപ്പ് പേഴ്സണലി നല്ലൊരു ലൈനപ്പാണ്. ജോഫ്ര ആർച്ചർ രാജസ്ഥാന് വേണ്ടി മാത്രമാണ് ആക്ച്വലി IPL തുടങ്ങിയിട്ടുള്ളത്. രാജസ്ഥാനിൽ തിരിച്ചെത്തുകയാണ്. ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗുണമായിട്ട് മാറും. പിന്നെ സന്ദീപ് ശർമ്മ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡെത്ത് ബോളിംഗ് നല്ല ഇമ്പാക്ട് പ്ലെയർ. ആകാശ് മദ്ദോൾ മുംബൈക്ക് വേണ്ടി എന്തിനാ മുംബൈ ആളെ വിട്ടുകളഞ്ഞ് എനിക്കറിയില്ല. നല്ലൊരു ബോളിംഗ് ഓപ്ഷൻ ആയിരുന്നു. അതിനുള്ളിൽ കഴിഞ്ഞ് മുംബൈ കളിപ്പിക്കേണ്ടി വരും. ആകാശ് മദ്ദോൾ രാജസ്ഥാനിലോട്ട് വരികയാണ്. തീക്ഷണ ചെന്നൈയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ചിലപ്പം പറ്റുമായിരിക്കും. പിന്നെ തുഷാർ ദേശ്പാണ്ഡെ നല്ല വിക്കറ്റ് ടേക്കറാണ്. പക്ഷേ അടി മേടിക്കുമെങ്കിൽ പോലും വിക്കറ്റ് ടേക്കറാണ്. ആസ് എ ടീം നല്ല കൊള്ളാവുന്ന ഒരു ടീമാണ്. പ്ലേ ഓഫ് കളിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ആ ബാറ്റിംഗ് ലൈനപ്പ് എത്ര കണ്ട് ഫോം ആവുന്നുള്ളൂ. സഞ്ജുവിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് സഞ്ജു. ബാറ്റിംഗ് ടോപ്പ് 5 ഇപ്പോൾ റിയാൻ പരാഗ് കഴിഞ്ഞ സീസൺ ഫോം ആയെങ്കിൽ പോലും അതുവരെ ഫോം ആവാത്തൊരു പ്ലെയറാണ്. അപ്പോൾ ഫോം ആയില്ലെങ്കിൽ ഈ ജയ്സോളിൽ മാത്രം ആശ്രയിച്ച് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോം ആവാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫ് എത്താവുന്നേ ഉള്ളൂ. നല്ലൊരു ടീമാണ്. നല്ല സ്ക്വാഡാണ്. പക്ഷേ ആർക്കെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം അവർ കഷ്ടപ്പെടും. ഇപ്പോൾ ആർച്ചറിന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ മെഫാക്കൊക്കെ ബോൾ വരേണ്ട അവസ്ഥയാണ്. അതിനൊക്കെ നല്ല രീതിയിൽ അടിമടിച്ച് കൂട്ടിയുള്ള ബോളറാണ്. ഫറൂഖി ഫസൽ ഫറൂഖി ഉണ്ട്. അവരും അത്ര നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ പ്ലെയർ ഒന്നല്ല. എനിക്ക് SRH കളിച്ച പ്ലെയർ ആണ് അയാൾ. രാജസ്ഥാന് അവരുടെ ബാറ്റിംഗ് ഒരു കുറ്റം പറയാനാണ്. നമുക്കിപ്പോൾ ചെന്നൈയുടെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ മിഡിൽ ഓർഡർ എന്നൊക്കെ പറയുന്നത് ടോപ്പ് ഓർഡറാണ്. നമ്പർ 4 വരെ 5 പേര് ടോപ്പ് 5 ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിരിക്കാൻ ചാൻസ്. നിതീഷാണ് നമ്മുടെ പരാഗ് നമ്പർ 5 ആയിരിക്കും ഇറങ്ങാൻ ചാൻസ്. മേലോട്ട് പോകാനായിരിക്കും. യൂട്യൂബിലൊക്കെ മുന്നേയൊക്കെ ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടോ അല്ലെങ്കിൽ എന്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും പരാഗ്. അപ്പോൾ ഇവരെല്ലാം ടോപ്പിലോട്ട് പോകാൻ ഇന്ത്യൻ ഫസ്റ്റ് 5 എന്തായാലും ടോപ്പ് ഓർഡർ 5 പേര് ടോപ്പ് 5 ഷുവറായിട്ട് ഒരു ഇന്ത്യൻസ് ആയിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ അവർ ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സാണ്. ഇനി കഴിഞ്ഞാൽ മിഡിൽ ഓർഡേഴ്സിലെ പരാഗ്, വിജേഷ് റാണ, ചോദിച്ചു പറഞ്ഞു ഇവർ 3-ൽ 2 പേര് കുഴപ്പമില്ലാത്ത രീതിക്ക് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഓർഡർ ഇതും കേസിംഗ് പോലും അവർക്കൊരു നല്ല ബേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. അവർ 2 തരത്തിലും കളിക്കുന്നവരാണ്. പരാഗ് കിറ്റിയും ദുജൂറിലായാലും 2 പേര് 2 രീതിക്ക് കളിക്കാൻ അവർക്ക് പറ്റുന്ന പ്ലേയേഴ്സാണ്. ഹെറ്റ്മേർ ടോപ്പ് ഓർഡർ ഇറങ്ങി കുറച്ചുകൂടെ കൊള്ളാം എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടു ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെ എത്രത്തോളം എഫക്റ്റീവാണെന്ന് അറിയില്ല. ഈവൻ ഹെറ്റ്മേർ ഫിനിഷിങ്ങിൽ കുറച്ച് കുഴപ്പമാണ്. പുള്ളിക്ക് കുറച്ച് സെറ്റിലായി കഴിഞ്ഞ് പുള്ളി ഷുവറായിട്ടും നല്ല ഫിനിഷ് ചെയ്യിപ്പിക്കും. നമ്പർ 6 അവനൊക്കെ അത്തരങ്ക ആയിരിക്കും ഇറങ്ങുന്നത്. അത്രത്തോളം എഫക്റ്റൊന്നും അല്ല അത്തരങ്കാരും. എന്നാൽ അത്തരങ്ക, തീക്ഷണ, ഡിയോ ആ ഡുവോ ആയിരിക്കും രാജസ്ഥാൻ്റെ മെയിൻ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയാം. ആർച്ചറൊക്കെ ഉണ്ടെങ്കിൽ പോലും ആർച്ചറിൻ്റെ ഫോമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ബോളിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ്
മാത്രമായിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഉള്ളത്. പിന്നെ ഫിംഗേഴ്സും രണ്ട് ടീമുകൾക്ക് ഇതോ നെക്സ്റ്റ് നമ്മൾ മൂവിങ് ഓൺ ടു ഗൺ ടേക്ക്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ IPL അവരെവിടെ ഫിനിഷ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഓൺ പേപ്പർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ്. രജനീകാന്ത് ജയിലറിൻ്റെ ഓഡിയോ ലോഞ്ചിലാണെന്ന് തോന്നുന്നു കാവ്യ മാരനോട് പറയുന്നത് ഇത്തവണയെങ്കിലും ഒരു നല്ലൊരു ടീമിനെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷം രജനീകാന്ത് പറയുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് അവരെടുത്തു. അവരുടെ ഓപ്പണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തലവേദനയായിട്ടുള്ള ട്രാവിസ് ഹെഡും ഇന്ത്യയുടെ മുത്തായിട്ടുള്ള അഭിഷേക് ശർമ്മയാണോ. ഇവർ രണ്ടുപേരുമാണ് ഓപ്പണേഴ്സ്. ഇവർ രണ്ടുപേരും കിടന്ന് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും റെസ്റ്റ് എടുക്കാം. ഒരു 15 ഓവർ ഇവർ മാത്രമായിട്ട് കളിച്ചുകൊണ്ട് പോകും. ഫോളോഡ് ബൈ ഇഷൻ കിഷൻ. ഇഷൻ കിഷൻ്റെ ഫോം ഒരു കൺസേൺ ആണ്. ബട്ട് സ്റ്റിൽ പ്രാക്ടീസ് മാച്ചിലൊക്കെ പുള്ളി നല്ല ടച്ചിലാണെന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷൻ കിഷൻ. പിന്നെ അവർക്കുള്ളത് ഹെൻറി ക്ലാസ്. വീണ്ടും ഒരു ഗൺ പവർ ബാറ്റിംഗ് ആണ്. ക്ലാസിന്റെ ഫോം കറന്റ്ലി കുറച്ച് ഡൗൺ ആണ്. സ്റ്റിൽ ക്ലാസ് പ്രോമിസിംഗ് ആണ്. നല്ലൊരു ഫിനിഷർ കൂടിയാണ്. വിക്കറ്റ് കീപ്പറും കൂടിയാണ്. അവരുടെ വിക്കറ്റ് കീപ്പർ എന്തായാലും ക്ലാസ്സിനായിരിക്കും. പിന്നെ ഓൾറൗണ്ടർ ആയിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡി നല്ലൊരു പ്രോമിസിംഗ് ടാലന്റ് ആണ്. നിതീഷ് കുമാർ റെഡ്ഡി നല്ലൊരു ഫ്യൂച്ചർ ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ടെസ്റ്റിലും പുള്ളി ഓസ്ട്രേലിയയിൽ വെച്ച് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ കളിക്കാൻ സാധ്യതയുള്ളത് അഭിനവ് മനോഹറാണ്. ഫോളോഡ് ബൈ ശ്രീലങ്കയുടെ കമിന്ദു പെൻഡിസ് ഓൾറൗണ്ടർ ആണ് ശ്രീലങ്കയുടെ. പിന്നെ അവരുടെ ക്യാപ്റ്റൻ ഓഫ് കോഴ്സ് പാറ്റ് കമിൻസ്. ഈ IPL തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് പാറ്റ് കമിൻസ്. അവർക്ക് കഴിഞ്ഞ വർഷം അവർ ഫൈനൽ വരെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തൊരു ടീമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഫൈനലിൽ ഏകപക്ഷീയമായിട്ട് 3 മത്സരമായിട്ട് ഇന്ത്യ ഇതിലൊരു ഫൈനൽ വേറെ IPL ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഫൈനൽ ഒഴികെ അവർ ത്രൂ ഔട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. ദെൻ കംസ് ദി വിക്കറ്റ് ടേക്കർ ഹർഷൽ പട്ടേൽ. കഴിഞ്ഞ സീസണിലും പർപ്പിൾ വിന്നറായിരുന്നു. ഈസ് ബാക്ക് ഫ്രം പഞ്ചാബ്. പിന്നെ രാഹുൽ ചഹറാണ് ഇവരുടെ മെയിൻ സ്പിൻ ഓപ്ഷനായിട്ട് ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ICC ബോളർ മുഹമ്മദ് ഷമി. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സിമർജിത് സിംഗ് CSK താരമായിരുന്നു. ഇപ്പോൾ പഞ്ചാബിലാണ് പുള്ളി. സോ ഇതാണ് അവരുടെ ഒരു കോർ 11 പ്ലസ് ഇമ്പാക്ട് പ്ലെയർ. പിന്നെ കറന്റ്ലി ഫോമിൽ ഉള്ള 2 പേര് ബ്രൈഡൻ കാസും ആഡം സാംബയും ഇവർക്കൊരു സ്പിൻ ഓപ്ഷൻ ഉണ്ട്. ആഡം സാംബയും രാഹുൽ ചഹറുമാണ് ഇവരുടെ മെയിൻ സ്പിന്നേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നിലവിൽ അത്യാവശ്യം നല്ല ഫോമിലുള്ള ബ്രൈഡൻ കാസ്. സാലറി സ്കോറിലോട്ട് വരുമ്പോൾ അവരുടെ 11 പ്രഖ്യാപിക്കാൻ ആക്ച്വലി ഈസിയാണ്. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഒരു ഫോറിൻ പ്ലെയർ ആരെ തിരഞ്ഞെടുക്കുന്നത് മാത്രം നോക്കിയാൽ മതി. സ്പിന്നർ വേണോ പേസർ വേണോ എന്നുള്ളത്. ഇപ്പോൾ കമിന്ദു മെൻഡീസിന് പകരം സാംബ വരാം, ബ്രൈഡൻ കാസ് വരാം. കാരണം രണ്ട് നല്ല രീതിയിൽ ഫോമിലുള്ള പ്ലേയേഴ്സാണ്. കാരണം അവരുടെ ഫോറിൻ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള അത്ര ബാക്കി 3 പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ബാറ്റിംഗ് അവർ നോക്കേണ്ട ആവശ്യമില്ല. അവർ ഫോമായിരിക്കും. എന്തായാലും 14 മത്സരങ്ങളിൽ 7 മത്സരം 8 മത്സരങ്ങൾ എന്തായാലും അവർ ഫോമായിരിക്കും. ഈ ബാറ്റിംഗ് വെച്ച് മാത്രം എൻ്റെ ഒപ്പീനിയൻ വെച്ച് അവർ പ്ലേ ഓഫ് കളിക്കും. പക്ഷേ അവരുടെ നെഗറ്റീവായിട്ട് വരുന്നത് ബോളിംഗ് ആണ്. സിമർജിത് സിംഗിനെയും രാഹുൽ ചഹറിനെയും ഹർഷൽ പട്ടേലിനെയും മുഹമ്മദ് ഷറാമിയും ഈ 4 പ്ലേയേഴ്സിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. രാഹുൽ ചഹാർ ഇപ്പോൾ കഴിഞ്ഞ ഡൊമസ്റ്റിക് ഇന്ത്യൻ A ടീമിൻ്റെ മത്സരങ്ങളിൽ പോലും നല്ല രീതിയിൽ അടിമേടിച്ചിട്ടുണ്ട്. ഷാമി ഹർഷൽ പട്ടേലും വിക്കറ്റ് ടേക്കറാണ്. IPL ആയാലും ഇന്ത്യൻ മത്സരങ്ങളായാലും. ഹർഷൽ പട്ടേലും IPL നല്ല രീതിയിൽ വിക്കറ്റ് ടേക്കറാണ്. പക്ഷേ നല്ല രീതിയിൽ ഇപ്പോൾ ഹർഷൽ പട്ടേലിനൊക്കെ ജഡേജ അടക്കം 36 റൺസിന് ഇങ്ങനെ ഒരു ഓവറിൽ അടിച്ചു വിട്ടിട്ടുണ്ട്. ഷാമിയെ 30 റൺസിന് ലിവിങ്സ്റ്റൺ അടിച്ചു വിട്ടിട്ടുണ്ട് IPL. ഇതൊക്കെ നടന്നിട്ടില്ല. സിമർജിത് സിംഗ് ഒന്നും ഒരിക്കലും നല്ലൊരു പ്ലെയറിന്റെ കണത്തിൽ കൂട്ടാവുന്നതല്ല. പക്ഷെ ഇവരൊക്കെ വിക്കറ്റ് ടേക്കേഴ്സ് ആണ്. അത് വെച്ച് ചിലപ്പം അവർക്ക് ആ ഒരു അടിമേടിക്കുന്നത് കോമ്പൻസേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ബാറ്റിംഗ് ഡെപ്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അഭിനവ് മനോഹർ അടക്കം നല്ല ബാറ്ററാണ് അവർക്ക്. അപ്പോൾ ഫിനിഷിങ്ങിൽ ഹെൻറി ക്ലാസിനും നിതീഷ് കുമാർ റെഡ്ഡിയും ഇവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. 100% ഷുവർ. നിതീഷ് കുമാറൊക്കെ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. ബാറ്റിംഗിൽ ആകെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഇഷൻ കിഷനാണ്. അയാൾ 1 ഡൗണിലോട്ടോ അല്ലെങ്കിൽ 4th വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നലില്ല. അയാളെ പ്ലേയിങ്ങിൽ നിന്ന് ഔട്ടാക്കാനും ചാൻസ് ഇല്ല. എന്തായാലും അയാൾ കളിക്കുന്നുണ്ടാവും. പക്ഷേ 3rd or 4th ആയിട്ട് കളിക്കുക അതൊരു നെഗറ്റീവ് ആയിരിക്കും. അതർവൈസ് ബാറ്റിംഗ് ഈസ് എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പാണ്. ബോളിംഗ് ഓൺ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നല്ല സ്കോഡാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അവർ എന്താ പറയുക എക്സ്പോസ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ബോളിംഗ് ലൈനപ്പ്. അത് വെച്ച് ചിലപ്പോൾ പ്ലേ ഓഫിൽ എത്താം. പക്ഷേ 4 or 3 സ്ഥാനത്ത് എത്താൻ ചാൻസ് ഉള്ള ടീമാണ്. പക്ഷേ അതർവൈസ് ഇവർ ഫോമിലോട്ട് എത്തുകയാണെങ്കിൽ എന്തായാലും ടേബിളിൽ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ബെയ്ഡൻ കാസ്റ്റ് റൂൾഡ് ഔട്ട് ആയി. പകരം ഡിയാൻ മോൾഡർ സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് ഓൾറൗണ്ടറാണ്. പുള്ളിയാണ് റീപ്ലേസ്മെന്റ്. പവർ ഹോഴ്സ് ഓഫ് IPL. ഓസ്ട്രേലിയൻ സെറ്റപ്പിൽ നമ്മൾ ഒരു പഞ്ചാബ് കഴിഞ്ഞല്ല പഞ്ചാബിന് മുകളിലാണ്. ഓസ്ട്രേലിയൻ സെറ്റപ്പിൽ 2 ടീമുകളുണ്ട്. അതിൽ 2 പേരിലൊന്നാണ് ഓൾറെഡി ലാസ്റ്റ് ഇയർ പ്രൂവ് ചെയ്തതാണ്. ബാറ്റിംഗ് ലൈനപ്പ് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ കിഷൻ കൂടെ ഒരു നല്ലൊരു ഫ്ലാറ്റ് ട്രാക്ക് പുള്ളി
കിഷൻ പുള്ളി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു രീതി തന്നെ കുറച്ചുകൂടെ തെറ്റാണ്. പിന്നെ ഞങ്ങൾക്ക് ഹിറ്റേഴ്സായിട്ട് അഭിനവ് മനോഹർ ഉണ്ട്. പിന്നെ അനിക്കത് വർമ്മ ഞാൻ കുറച്ച് കേട്ട പേരാണ്. അനിക്കത് വർമ്മ കുറച്ച് ഹിറ്റിംഗ് എബിലിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൈനപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. ഫിഷ് മാച്ചൊക്കെ കുറച്ച് നന്നായിട്ട് കളിച്ചു എന്നൊക്കെ അറിയുന്നുണ്ട്. ടോപ്പ് 3 ബാറ്റർ ഒറ്റ പവർ പോർഷൻ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇംഗ്ലീഷ് ടീമുണ്ട്. അറ്റാക്കിംഗ് മൈൻഡ് മാത്രമുള്ള ഒരു ടീമാണ് ക്ലാസ്. അവരുടെ ബാഹുബലിയൊക്കെ ഉറപ്പായിട്ടും അവരുടെ ബാറ്റിംഗ് ഒരു കുഴപ്പമില്ല. പിന്നെ മെയിൻ അവർ പോസിറ്റീവ് അവരുടെ ക്യാപ്റ്റൻ കമിൻസിൻ്റെ ഒരു ക്യാപ്റ്റൻസി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ബാറ്റിംഗ് രണ്ടാമത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എത്ര സ്കോർ ചെയ്താലും ഒന്ന് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോയി. 199 അടിച്ച് 750 തിരിച്ച് കൊടുക്കും. പക്ഷെ അവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റ് ട്രാക്കിലായാലും യൂസ് ചെയ്യേണ്ട രീതിയിലുള്ള ക്യാപ്റ്റൻസിൻ്റെ. പിന്നെ ബോളിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ പോരായ്മ. ഷമിയുടെ ഒരു ഓൺ ആൻഡ് ഓഫ് പെർഫോമൻസ് അത് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഭുവനേശ്വർ പോലത്തെ പ്ലേയേഴ്സ് ഒന്നും ഇല്ല. ഹർഷൽ പട്ടേലാണുള്ളത്. ഹർഷൽ പട്ടേലൊക്കെ വാരി വഴങ്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ പറയുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ആണെങ്കിലും ഉദ്ദേശിക്കാതെ കുറെ റൺസൊക്കെ വാരി കൊടുക്കും. എക്കണോമി കാണിച്ചേ റൺ ലീക്കിംഗ് ആണ്. എക്കണോമിക്കലി ഇഷ്ടമാണ്. വിക്കറ്റ് കിട്ടും. തൂക്കി എറിഞ്ഞ് വിക്കറ്റ് കിട്ടും. നമ്മളൊക്കെ നമ്മൾ പാടത്തിൽ കളിക്കുമ്പോൾ ഇങ്ങനെ കൊച്ചു പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നു. അതുപോലത്തെ കുറേ ബോളൊക്കെ ഇട്ട് തരും. അതിൽ അടിക്കേണ്ടവരായിരിക്കും. അതിൽ കുറേ ഡിഫിക്കൽറ്റി കുറേ വിക്കറ്റ് കിട്ടുമായിരിക്കും. പുള്ളിയുടെ ഫോം ഒരു പ്രശ്നമാണ്. ഫാസ്റ്റ് ബോളിംഗ് ഒരു പ്രശ്നമാണ്. എന്തായാലും എൻ്റെ 4 ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ ഹെഡർ, ക്ലാസൻ, കമിൻസ് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആണ്. എല്ലാവരും കണ്ട സാമ്പായിരിക്കും. സാമ്പ അവരുടെ ടീമിൽ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്ന് ഒരു കീ പ്ലെയർ ആണ് സാമ്പ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈദരാബാദ് പിച്ചസിൽ സാമ്പയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിൽ ഷുവറായിട്ട് തോന്നുന്നില്ല. ഒരു ടൈം ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ കെയ്ൻ വില്യംസണിൻ്റെയൊക്കെ ഒരു ടൈമിൽ ഒരു റഷീദ് ഖാനൊക്കെ ഡോമിനേറ്റ് ചെയ്തൊരു പിച്ച് ഉണ്ടായിരുന്നു. അത് കണ്ടീഷനാണെങ്കിൽ സാമ്പ ഓക്കെയാണ്. പക്ഷേ സാമ്പ ഏത് ട്രാക്കിലായാലും പാകിസ്ഥാനിലായി പോലും പുള്ളിയുടെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഹൈവേസിലൊക്കെ പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സാമ്പ കളിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ബോളറെ ചാമ്പ്യൻസ് പോലും അവരെ ലീഡ് ചെയ്തത് സാമ്പയാണ്. ബോളിംഗ് ലീഡ് ചെയ്തത് സാമ്പയാണ്. കണ്ടറിയാം. പക്ഷെ എൻ്റെ ഒരു നമ്പർ 4 എന്ന് പറയുമ്പോഴത്തേക്കും സാമ്പ തന്നെയാണ്. Moving on to our fifth and one of the most important teams, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺ പേപ്പർ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടീമാണ്. ബട്ട് പെർഫോമൻസ് എന്ന് വരുന്ന സമയത്ത് അവസാനം അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർ ഭയങ്കര ഉത്സവമാക്കി കൊണ്ട് നടന്ന ഒരു സംഭവമാണ് അവരുടെ പ്ലേ ഓഫ് എൻട്രി. ഒരു പ്ലേ ഓഫിലേക്ക് കയറുമ്പോൾ പോലും ഇത്രമാത്രം ആഘോഷങ്ങൾ. ഓക്കെ, ഒബ്വിയസ്ലി അത് CSKക്കെതിരെ ഒരു മാച്ച് ആയിരുന്നു. അത് അത്രയും ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു. അവർ വിജയിച്ചു. പക്ഷേ അവരുടെ ഫാൻസിന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷമായിട്ട് അവരെന്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മൊമെന്റ്സ്, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അല്ലാതെ അവർ ഡിസേർവ് ചെയ്യുന്ന അത്രയും ലോയലായിട്ട് ഇത്രയും വർഷങ്ങൾ 18ാമത്തെ വർഷമാണ് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഫാൻസ് ദേ ഡിസേർവ് എ കപ്പ്. ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് 2016 ഫൈനൽ അവർക്ക് ഏറ്റവും അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോയ ഫൈനൽ എന്താ പറയുക 2009 ഫൈനലാണ്. അത് കുംബ്ലയുടെ കീഴിൽ നല്ല രീതിയിൽ കളിച്ചൊരു ഫൈനലാണ്. വിരാട് കോഹ്ലി RCBയുടെ കുപ്പായം അണിയുന്നത് 18ാമത്തെ സീസണിലാണോ. ഹി ഓൾസോ ഡിസേർവ്സ് എ കപ്പ്. കാരണം ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ വിൻ ചെയ്തു. T20 വേൾഡ് കപ്പ് വിരാട് കോഹ്ലി വിൻ ചെയ്തു. ബട്ട് ഹി ബാഡ്ലി നീഡ്സ് എൻ IPL കപ്പ്. വിരാട് കോഹ്ലി ഇപ്പോൾ ക്യാപ്റ്റൻ അല്ല. അവരുടെ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് രജത് പട്ടിദാറാണ്. പ്രോമിസിംഗ് പ്ലെയർ ആയിട്ടുള്ള രജത് പട്ടിദാറാണ്. നമ്മൾ ഈ വർഷം ഫാഫ് ഇല്ലാത്തതുകൊണ്ട് കോഹ്ലി ക്യാപ്റ്റൻ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതുണ്ടായില്ല. അവരുടെ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഹിൽ സോൾട്ട്, രജത് പട്ടിദാർ, ലിയാം ലിവിങ്സ്റ്റോൺ. KGF മാറി ഇപ്പോൾ സാൾട്ട് സ്റ്റോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹിൽ സോൾട്ടും ലിയാം ലിവിങ്സ്റ്റോണും. ദെൻ കംസ് ജിതേഷ് ശർമ്മ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ജിതേഷ് ശർമ്മ. ദെൻ ടിം ഡേവിഡ്, ഒരു ഒള്ളാഡിനെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് ഫോം എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. ദെൻ കംസ് കൃണാൽ പാണ്ഡ്യ. കൃണാൽ പാണ്ഡ്യയ്ക്ക് ശേഷം വരുന്നത് ഭുവനേശ്വർ കുമാറാണ്. അവരെ ഇത്രയും എക്സ്പെക്ടേഷനോടെ 10 കോടി കൊടുത്ത് വാങ്ങിയൊരു പ്ലെയറാണ് ഭുവനേശ്വർ കുമാർ. ഫോം കണ്ടറിയണം. അതുപോലെ ശ്രീയാസ് ശർമ്മ KKRന്റെ ഭാഗമായിരുന്നു. പുള്ളിക്ക് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടെന്നാണ് റിപ്പോർട്ട്സ് വന്നത്. മേ ബി റിക്കവർ ആയേക്കാം. യഷ് ദയാലിനെ ആണ് നമ്മുടെ റിങ്കു സിംഗ് 5 6 അടിച്ചത്. യഷ് ദയാൽ ഇപ്പോൾ RCBയുടെ താരമാണ്. ഫൈനലി ജോഷ് ഹേസിൽവുഡ്.
ജോഷ് ഹേസിൽവുഡ് ആണ് അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബൗളർ ഉള്ളത്. RCBയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് അവരുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു 3 ഗൺ ആയിട്ടുള്ള ബാറ്റേഴ്സ് ഉണ്ടായിരിക്കും. വിരാട് കോഹ്ലി കൂടാതെ 2 ഫോറിനേഴ്സ്. അത് കാലാകാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് അത് ക്രിസ് ഗെയിലും ABD വില്ലിയേഴ്സും ആയിരുന്നു. പിന്നീട് മാക്സ്വെലും ഫാഫും. പക്ഷേ അവർക്ക് ബാറ്റിങ്ങിൽ അവർ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ബൗളിംഗ് എന്ന് പറയുന്നത് IPL തന്നെ ഏറ്റവും വേഴ്സ്റ്റ് എക്കണോമി റേറ്റ് ഉള്ള ഏത് ടീമിനും എത്ര സ്കോർ ചെയ്താൽ പോലും ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൗളിംഗ് അറ്റാക്കുള്ള ടീമായിരുന്നു RCB. കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് 17 സീസൺസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത്തവണ അവരുടെ ടീം കുറച്ചുകൂടി ബൗളിംഗ് അറ്റാക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. 2 ഫാക്ടേഴ്സ് ആണ് അതിന്റെ കാരണം. ഭുവനേശ്വർ കുമാർ ആൻഡ് ജോഷ് ഹേസിൽവുഡ്. പക്ഷേ അഗെയിൻ ഭുവനേശ്വർ കുമാറിന്റെ ഫോം എന്നത് ഒരു വിഷയമാണ്. RCB ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്വാഡ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരുടെ കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് അവരുടെ ബാറ്റിങ്ങിൽ അവർ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത് നല്ലൊരു 4-3 പ്ലേയേഴ്സിനെയാണ്. അത് ഇത്തവണയുണ്ട്. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫിൻസാട്ട് ആയാലും ലിവിൻസൺ ആയാലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ പതിതാർ പോലും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ്. വിരാട് കോഹ്ലി മാത്രമാണ് ഒരു പേടിയുള്ളത്. ചിലപ്പം തുഴഞ്ഞ് കളിക്കും, ചിലപ്പോൾ നല്ല രീതിയിൽ കളിക്കും. പിന്നെ ബോളിംഗ് ആക്ച്വലി മോശം തന്നെയാണ്. അത് ചിന്നസ്വാമിയിലല്ലേ 7 മത്സരങ്ങൾ കളിക്കുന്നത്. അവിടെ ഹേസിൽവുഡിന് എത്ര ക്വാളിറ്റി പ്ലെയർ ആണെന്ന് പറഞ്ഞാലും ചിന്നസ്വാമിയിൽ ആളെ കൊണ്ട് ചെയ്യാവുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ലിവിൻസൺ ഉണ്ട്. സുയേഷ് ശർമ്മ അവൈലബിൾ ആയി നല്ല രീതിയിൽ ബോൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല 2 സ്പിന്നേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് ബോളിങ്ങിന്റെ പോസിറ്റീവ്. അതർവൈസ് യാസ് ദയാലിനെയും ഹേസിൽവുഡിനെയും ഭുവിയെ വെച്ചിട്ട് അവർക്ക് ചിന്നസ്വാമിയിൽ സർവ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ബാറ്റിംഗ് അത്രയും പീക്കിലോട്ട് എത്തണം. അപ്പോൾ ചിലപ്പം വിജയിക്കാൻ പറ്റിയേക്കും. അതെ, ആസ് എ ടീം അവർ വലിയൊരു ടീമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കപ്പൊന്നും എടുക്കാൻ പോകുന്നില്ല. 18 വർഷം കപ്പെടുക്കാതെ പോകുന്നു. അതന്നെ എൻ്റെ പ്രഡിക്ഷൻ. പ്ലേ ഓഫ് എത്തിക്കഴിഞ്ഞാൽ ഭാഗ്യം. അതൊരു എന്താ പറയുക, പ്ലേ ഓഫ് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും 5 കാല് ഈ സ്ഥാനത്തിൽ എന്തായാലും ഉണ്ടാവും. അതിനുള്ള സ്കോഡൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല എന്നല്ല, ലാസ്റ്റ് 4 എത്താൻ സാധ്യത ഇല്ലാതില്ല. പക്ഷേ ചിലപ്പം പ്ലേ ഓഫ് എത്തിയേക്കും. അങ്ങനെ ഒരു സ്കോറാണ്. കാരണം ഹേസിൽവുഡും ഭുവനേശ്വറും ഈ യാസ് ദയാലും ലാസ്റ്റ് സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസ് വീണ്ടും കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എത്താവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ചിന്നസ്വാമിയിലെ 7 മത്സരങ്ങൾ അവർക്ക് നെഗറ്റീവ് ആയിരിക്കും. എല്ലാ ടീമുകൾക്കും ഹോം മത്സരങ്ങളാണ് മറ്റേ ഉപകാരമെങ്കിൽ ഇവർക്ക് ഉപദ്രവമായിട്ട് മാറുന്നത് ഹോം മത്സരങ്ങളാണ്. കാരണം അവരുടെ ബോളേഴ്സിനെ വെച്ച് ഇവർ ടീമിനെ നിയന്ത്രിക്കുക എന്നുള്ള അത്ര ഈസി ആയിട്ടുള്ള കാര്യമായി തോന്നുന്നില്ല. എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് അവർ പ്ലേ ഓഫ് എത്തില്ല. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾമോസ്റ്റ് അൺബോക്സിംഗ് മാത്രം പറ്റിയൊരു ടീമാവലാണ് എപ്പോഴും എല്ലാ വർഷവും ഒരു അൺബോക്സിംഗ് ഇവന്റ് കാണും. അതുപോലെ ബോക്സിൽ വീണ്ടും കയറി പോകും. കൈയും കപ്പും ഒന്നും ഇല്ലാത്തൊരു ടീം വളരെ കളിയാക്കി ഒതുക്കി വരുന്ന ഒരു ടീമാണ്. ഇവട്ടം ഒരു സ്കോഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ സ്കോഡുണ്ട്. ഒരു നല്ലൊരു ഇലവനം പറ്റുന്നത് സ്കോഡ് അവരുടെ ഉണ്ട്. അവർ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ട് അവരുടെ യേശ് കാർത്തിക്കും കോച്ചൊക്കെ പ്ലാൻ ചെയ്ത് ടീമിനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോഹ്ലി അങ്ങനെ കളിച്ചു എന്നുള്ളത് വലിയൊരു ഗോവാണ്, കപ്പാണ്. പുള്ളി എന്തായാലും ഒരു ആങ്കറിങ് റോൾ തന്നെ ആയിരിക്കും. പുള്ളിയുടെ ഒരു ടീം ഫോമിൻ്റെ ഒരു ഇതൊന്നും കാണാൻ പോകുന്നില്ല. ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചും ബാറ്റിംഗ് ലൈനിൽ വേറെ ആരും ഇല്ലെങ്കിലും പുള്ളി കളിച്ചോളും മൈൻഡ് സെറ്റുള്ളത്. പിന്നെ കാൾട്ടിൻ്റെ ഓപ്പണിങ് എങ്ങനെ ഇരിക്കും എന്നാണ് അവരുടെ ബട്ട് ചിന്നസ്വാമിയിലെ ചിന്ന ഗ്രൗണ്ടിൽ ഉറപ്പായിട്ടും സാൾട്ട്, പിന്നെ നമ്മുടെ പിക്ചർ, ടിം ഡേവിഡ്, മസൽമാൻ ഉണ്ട്, പിന്നെ ലിവിങ്സ്റ്റൺ. ഒരു ബ്രൂട്ടൽ ഹിറ്റ് ടീമുകളൊക്കെ ഉണ്ട്. ഡേവിഡിനൊക്കെ പറ്റിയ ഗ്രൗണ്ടാണ് തോന്നുന്നതല്ല. ഡേവിഡൊക്കെ ആയിരിക്കും കീ പ്ലേയേഴ്സ് RCBയുടെ കീ പ്ലേയേഴ്സ്. ഡേവിഡും ഒക്കെ ആയിരിക്കും. വിദേശൊക്കെ ഒരു നമ്പർ 6 ഒക്കെ ആയിരിക്കും പറയുന്നത്. ലിവിങ്സ്റ്റൺ നമ്പർ 5 ആയിരിക്കും. നമ്പർ 4 എൻ്റെ നമ്പർ 4 എന്ന് പറയുമ്പോൾ കൃണാൽ പാണ്ഡ്യയാണ്. കൃണാൽ പാണ്ഡ്യ സെറ്റായി കളിക്കുന്ന പ്ലെയറാണ്. പലരും നമ്പർ 7 ആണ്. ഞാൻ പല അലോൺസ് കണ്ടിട്ടുള്ളത് കൃണാലിനെ നമ്പർ 7 ഒക്കെ ആയിട്ടൊക്കെയാണ് പറയുന്നത്. 7, 8 ഒക്കെയാണ് പറയുന്നത്. അവിടെയൊക്കെ ഇറക്കിയിട്ട് യൂസ് അല്ല. ഒരു മിഡിൽ ഓർഡറിനൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുവിധം കുറച്ച് സ്കോർ ചെയ്യും. 100 ബോൾ സ്കോർ ചെയ്തായപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. എതിരെയുള്ള ബാറ്റ്സ്മാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ലിവിങ്സ്റ്റൺ ഇറങ്ങിയാലും ഇവൻ രജത് പട്ടിദാറിനെ പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ഉള്ളപ്പം നമ്പർ 4 കൃണാൽ ഇറങ്ങിയാൽ കുറച്ചുകൂടെ കൊള്ളാമായിരിക്കും എനിക്ക് എൻ്റെ മൈൻഡ് തോന്നുന്നുണ്ട്. എങ്ങനെ ഇറക്കുമെന്ന് പറയുന്നില്ല. പിന്നെ അവർക്ക് ആരും ഒന്നും പറഞ്ഞു പറ്റില്ലാന്ന് തോന്നുന്നു. മനോഹറിൻ്റെ ഒക്കെ പുള്ളി കഴിഞ്ഞ വർഷവും RCB ഉണ്ടായിരുന്നു. പുള്ളി മാച്ച് പോലും കളിക്കാൻ ഇറക്കിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിഷമമായിരുന്നു. ആ സ്കോഡിൽ ഉണ്ടാവും. ഞാൻ ആ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. പുതുത്താക്കരീതും അവരുടെ കർണാടക പ്രീമിയർ ലീഗിൽ കുറച്ച് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ. പുള്ളി ഒരു മീഡിയം ബോളറാണ് തോന്നുന്നത്.
പുള്ളിയും ഒരു നല്ല ഹിറ്ററാണ്. പുള്ളി ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ടൊക്കെ നമുക്ക് ചിലപ്പം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സ്റ്റിൽ ചിങ്കാരിക്കോരുടെ ഇമ്പാക്ട് പ്ലേ കാണാൻ ചാൻസ് കൂടുതൽ. പിന്നെ ബോളിങ്ങിൻ്റെ എഫ് ഹാസൻവുഡിൻ്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ കണ്ടറിയാൻ ബാക്കി ബോളിങ് ദിനേഷ് കുമാറിൻ്റെ ഫോം ഒരു ഇഷ്യൂ ആണ്. ഇങ്ങനെ ബോളിംഗ് അറിയില്ല. അത് ബോളിങ് നല്ല നല്ല പ്ലേയേഴ്സാണ്. ഓൺ ആൻഡ് ഓഫ് പ്ലേയേഴ്സാണ് ഉള്ളത്. അതാണ് അവരുടെ പ്രശ്നം. ഓണായി കഴിഞ്ഞാൽ അൺബോക്സ് ചെയ്യാൻ ഒരു കപ്പ് കൂടെ അവർക്ക് അടുത്ത വർഷം കാണാം. ഈ വർഷം കിട്ടുമോ കപ്പ്? ഈ വർഷം കിട്ടുമെന്നൊക്കെയാണ് എല്ലാവരും. ക്യാപ്റ്റൻസിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് പറ്റിധാറിനെ ക്യാപ്റ്റൻ ആക്കിയത് കോഹ്ലിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് അവിടെ ഒരു ക്യാപ്റ്റൻസി കിട്ടിയതെന്ന് പറയാൻ ആരും തോന്നിയില്ല. ലാസ്റ്റ് ഇയർ ടീച്ചറൊന്നും വേണ്ടിയിട്ട് വിദേശ് രണ്ട് കളി കൊണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും രജത് പട്ടിദാർ ടീമിൽ കുഴപ്പമില്ലാതെ ഫൈനൽ വരെ എത്തിച്ചിരിക്കും. ഫൈനലിൽ അവിടെയും കപ്പെടുക്കാൻ പറ്റിയിട്ടില്ല. കപ്പെടുക്കാൻ പറ്റാത്ത ടീമിൽ ആയിപ്പോയി, ക്യാപ്റ്റനായിപ്പോയി. ഇവിടെ അങ്ങനെ ആവാതിരിക്കട്ടെ. ഇല്ല, ക്യാപ്റ്റൻസിയുടെ ഇഷ്യൂ ഉണ്ടാവും. അത് കണ്ടറിയാം. മാച്ച് വരുമ്പോൾ അറിയാൻ പറ്റും. നല്ലൊരു ഇന്ത്യൻ പേസറിന്റെ ഒരു അഭാവം അവർക്കുണ്ട്. ഭുവനേശ്വർ കുമാർ മാത്രമാണ്. പക്ഷെ പുള്ളിയുടെ ഏജ് ഫാക്ടറും അതുപോലെ ഇഞ്ചുറി ഇഷ്യൂസും ഫോമും ഇത് വലിയൊരു ഫാക്ടറാണ്. ഭുവനേശ്വർ കുമാറിൽ 10 കോടിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് എത്രമാത്രം ഫലപ്രദമാണെന്നുള്ളത് കണ്ടറിയണം. യശ് ദയാല് ഒബ്വിയസ്ലി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളിംഗ് അറ്റാക്ക് അല്ല. ഞാൻ പറയട്ടെ, RCBയുടെ എല്ലാ പ്രാവശ്യം അവരുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ബൗളിംഗ് ആണ്. ആ ബൗളിംഗ് അവർ ഏത് വർഷമാണ് ശരിയാക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. പിന്നെ അവർക്ക് ബാക്കപ്പ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് ബൗളിംഗിൽ റൊമാരിയോ ഷെപ്പേർഡ് ഓൾറൗണ്ടർ ആണ്. പിന്നെ ഷെപ്പോർട്ട് ലുങ്കി എൻകിഡി പിന്നെയും അവർക്ക് ഒരു ബൗളിംഗ് ഓപ്ഷൻ ആയിട്ട് ഉള്ളത്. പിന്നെ നുവാൻ തുഷാറെ ഉണ്ട് ശ്രീലങ്കയുടെ. വേറെ ബൗളിംഗ് ഓപ്ഷൻസ് ആയിട്ടൊന്നും അവർക്ക് പ്രത്യേകിച്ചില്ല. ജോഷ് ഹേസൽവുഡ് മാത്രമാണുള്ളത്. സ്പിന്നറായിട്ട് ലിവിങ്സ്റ്റണെയും മറ്റേ ജേക്കബ് ബദലിനൊക്കെ യൂസ് ചെയ്യാൻ നോക്കും. ജേക്കബ് ബദൽ ആസ് എ ബാറ്ററും സ്പിന്നറായിട്ടായിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ഇവരുടെ ഇന്ത്യൻ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇന്ത്യൻ പേസർ അൺഅവൈലബിൾ ആണ് ഇപ്പോഴും. അതുകൊണ്ടാണ് അത്രയും കോടി അവർ ഭുവിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അവർക്ക് തന്നെ അറിയാം ഞങ്ങൾക്ക് നല്ലൊരു ഇന്ത്യൻ ബോളർ ഇല്ലാന്ന്. ഇയാളിപ്പോൾ ലാസ്റ്റ് സീസണിൽ മാത്രമല്ലേ ഫോം ആയിട്ടുള്ളൂ. മറ്റേ യാഷ് ദയാല് ഇവൻ തന്നെയല്ല അതിന്റെ മുന്നത്തെ സീസണിൽ 2 സീസൺ മുന്നേ എങ്ങാനോ 31 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് ഓവറിൽ അടിമടിച്ച് കൂട്ടിയൊരു പ്ലെയർ. വിശ്വസിക്കാൻ പറ്റില്ല. ഡെത്ത് ഓവറിലൊന്നും എന്തായാലും വിശ്വസിക്കാൻ പറ്റില്ല. ധോണിക്കൊക്കെ ലാസ്റ്റ് പഴച്ചു പോയതാണ് കഴിഞ്ഞ സീസണിൽ. ആ ധോണിയുടെ ഒരു ചെറിയ പഴവില് മാത്രം കാരണത്തിൽ കിട്ടിയതാണ് കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫ് ഒക്കെ. എമ്മാർ ഇത്തവണയും കപ്പൊന്നും അടിക്കാൻ പോകുന്നില്ല. പുതിയ ബോൾ അതെ, ഇതിൽ മാത്രം കയറി കൂടിയ ടീമാണ്. പിന്നെ ടീം അവർ വിജയിച്ചു വന്നു. 7 മത്സരങ്ങളിൽ വിജയിച്ചു വന്നു. അവര് എന്താ പറയുക, സ്പീറ്റൊക്കെ കൊള്ളാം. എന്തായാലും എൻ്റെ ഒപ്പീനിയനിൽ ഒരുമാതിരി കപ്പടിക്കാൻ പോകുന്നില്ല. എന്തായാലും പ്ലേ ഓഫ് എത്തില്ല എന്നാണ് പ്രതീക്ഷ. സിഹാബിന്റെ ഒപ്പീനിയനിൽ ഏതൊക്കെ ടീംസാണ് പ്ലേ ഓഫിലേക്ക് വരാൻ സാധ്യതയുള്ളത്? ഓക്കെ, എൻ്റെ ഒപ്പീനിയനിൽ എന്തായാലും CSK, മുംബൈ, SRH ഈ ടീമുകൾ ഉണ്ടായിരിക്കും. നാലാമതൊരു ടീം എന്നുള്ളത് എനിക്ക് ഡൗട്ട് KKR, പിന്നെ രാജസ്ഥാൻ റോയൽസ്, ചിലപ്പോൾ RCB. ഈ 3 ടീമുകളിൽ ആയിരിക്കും ഒരു ടീം കയറുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. എന്തായാലും LSG, DC, പഞ്ചാബ്, പിന്നെ GT, ഗുജറാത്ത്, ലക്നൗ, ഡൽഹി, പഞ്ചാബ് ഈ 4 ടീമുകൾ. കപ്പില്ലാത്ത 4 ടീമുകളല്ലേ വേറെ. GT ഉണ്ട്. കപ്പില്ലാത്ത 3 ടീമും പിന്നെ GT. ഇവന്മാർ 4 പേരും ലാസ്റ്റ് 4 ഫിനിഷ് ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത്തവണയും മേ ബി ഓൾറെഡി കപ്പുള്ളൊരു ടീം തന്നെ ആയിരിക്കും കപ്പടിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ പോവാണ്. അതെ. RCB കയറിയാലും കപ്പൊന്നും അടിക്കാൻ പോകുന്നില്ല പ്ലേ ഓഫ് കയറി കഴിഞ്ഞാൽ. അണ്ടർഡോഗ് ഫോർ പഞ്ചാബ്, KKR. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ടീം അനാലിസിസ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച്.